ഹലോ ഗായ്സ്, എല്ലാവർക്കും സൊല്യൂഷൻ മേക്കർ എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലൊന്നും കാണിക്കാനില്ല. ഇങ്ങനൊരു സ്ക്രീനിൽ ഞാൻ വന്നിരിക്കുന്നതിനൊരു ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ ഓർഡർ ചെയ്ത അല്ലെങ്കിൽ ഫ്ലാഷ് സെയിലും മറ്റുമൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് COD ലഭ്യമാകാതെ, ആമസോണിലാണെങ്കിൽ PODയും ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ COD നമുക്ക് ലഭ്യമാകാതെ പോകുന്നൊരു കാരണമുണ്ട്. അതൊരു കാരണമാണ് നമുക്ക് പലപ്പോഴും ഫോൺ കിട്ടാതെ പോകും. നമുക്ക് പലരും നിരാശപ്പെട്ടു പോകാറുണ്ട്. സോ പലർക്കും അത് പല കാരണങ്ങൾ കിട്ടാതെ പോകാറുണ്ട്. സോ ആ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യുന്നത്. സോ നമുക്കെങ്ങനെ COD പ്രോബ്ലം അല്ലെങ്കിൽ POD പ്രോബ്ലം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വന്നിരിക്കുന്നത്. എനിക്ക് മുമ്പിൽ ഒന്നും നിങ്ങളോട് കാണിക്കാനില്ല, പറയാൻ മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട്. സോ ദയവായി നിങ്ങളത് കേൾക്കുക, എന്താണ് പറയാനുള്ളതെന്ന്, എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദിസ് ചാനൽ നെയിം ഈസ് സൊല്യൂഷൻ മേക്കർ ആൻഡ് ഐ വിൽ പ്രൊവൈഡ് ഓൾ ദ സൊല്യൂഷൻസ് ഫോർ യുവർ ടെക്നിക്കൽ പ്രോബ്ലംസ്. സോ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലെയും ഓഫേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ എല്ലാ ടെക് പരമായ ന്യൂസിനെ കുറിച്ചും ഫ്ലാഷ് സെയിൽ ടിപ്സ് ആൻഡ് ട്രിക്സുകളെ കുറിച്ചൊക്കെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഞാൻ അവതരിപ്പിക്കുന്നത്. സോ ഈ കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തിച്ചേരുന്നതായിരിക്കും. സോ COD പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. പലപ്പോഴും നമ്മൾ ഫ്ലാഷ് സെയിലൊക്കെ നമ്മൾ ഫോണുകൾ ബുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് COD കിട്ടാതെ ആകാറുണ്ട്, POD കിട്ടാതെ ആകാറുണ്ട്. സോ എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പല സ്ഥലങ്ങളിലും ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് POD അല്ലെങ്കിൽ COD അവർ ഡെലിവേർഡ് ആക്കുന്നില്ല. കാരണം പലയിടത്തും കണ്ടെയ്ൻമെൻറ്റ് സോണുകളുണ്ട്. അങ്ങനത്തെ ഒക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും POD അല്ലെങ്കിൽ COD അവർ ഡെലിവേർഡ് ആക്കാത്തത്. ഇനി അതല്ല, വേറൊരു കാരണമുണ്ട്. ഡ്യൂ ടു ഹൈ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് പലപ്പോഴും അവർ ക്യാഷ് ഓൺ ഡെലിവറി അപ്ലൈ ചെയ്യാറില്ല. അതും ഒരു കാരണം കൂടാണ്. പക്ഷേ നമുക്കിതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കുറച്ച് ട്രിക്സുകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ട്രിക്സ് അല്ല, കുറച്ച് ടിപ്സുകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സോ അതൊന്ന് കീപ്പ് ചെയ്താൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് POD കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സോ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. സോ ആദ്യം നമ്മൾ ഫ്ലാഷ് സെയിൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം, ഫ്ലാഷ് സെയിൽ തുടങ്ങുന്നത് നമുക്കറിയാം, നമ്മൾ അഡ്രസ്സ് എല്ലാം നേരത്തെ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കുക. ടൈപ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുറച്ച് അഡ്രസ്സുകൾ നമ്മൾ ഓൾറെഡി കീപ്പ് ചെയ്ത് വെക്കുക. സോ ഏത് അഡ്രസ്സിനാണ് POD കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് അഡ്രസ്സുകൾ കീപ്പ് ചെയ്ത് വെക്കാൻ പറയുന്നത്. എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് നമ്മൾ ഫോൺ കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 15 മിനിറ്റത്തേക്കിന് കിട്ടും. ഈ 15 മിനിറ്റ് കൊണ്ട് COD ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ POD ലഭ്യമാക്കുന്ന ഏത് അഡ്രസ്സാണോ ആ അഡ്രസ്സിലേക്ക് നമുക്കിത് ഡെലിവേർഡ് ആക്കാൻ പറ്റും. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നിലധികം പിൻകോഡുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരേ അഡ്രസ്സുകൾ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിലധികം പിൻകോഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പിൻകോഡിനോട് ചേർന്ന് തന്നെയുള്ള ഒന്നിലധികം പിൻകോഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിൻകോഡുകൾ യൂസ് ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒരു പിൻകോഡിലേക്ക് നമ്മുടെ ഫോൺ ഡെലിവേർഡ് ആകുന്നതാണ്. ഇനി അങ്ങനെ ഡെലിവേർഡ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മളെ ഡെലിവറി ബോയ് വിളിക്കും. അങ്ങനെ പോയി നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഫോൺ നമ്മൾ സെലക്ട് ചെയ്തു, ഏത് ഫോൺ നമ്മൾ കാർട്ട് ചെയ്തു. അപ്പോൾ ആ കാർട്ട് ചെയ്ത മൊബൈൽ നമുക്ക് POD ലഭ്യമല്ല. സോ അന്നേരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതേ വിലയ്ക്കുള്ള അല്ലെങ്കിൽ ഏകദേശം ഒരു മൂല്യമുള്ള വിലയുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ പോയി ഒന്നുകൂടെ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കിന് വീണ്ടും നമ്മളൊന്ന് കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് നോക്കുക. പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ ക്വാണ്ടിറ്റി വരുന്നതുകൊണ്ട് ഒരു പക്ഷേ നമുക്കത് COD ആയി കിട്ടാനുള്ള ചാൻസ് വെരി ഹൈ ആണ്. കാരണം രണ്ടിൻ്റെയും പ്രോഡക്റ്റ് മൂല്യം കൂടുതലുള്ളത് കൊണ്ട് ആമസോൺകാരത് POD ലഭ്യമാക്കി തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മൊബൈൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കൂടെ ആമസോണിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കൂടെ മൂല്യമുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ നമുക്ക് POD ലഭ്യമാകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഫോൺ ഫ്ലാഷ് സെയിൽ ഓർഡർ ചെയ്തതിന് ശേഷം POD ലഭ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ബാങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളത് ക്യാൻസലാക്കി ഇടുക. ക്യാൻസലാക്കി ഇട്ടതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ ശേഷം വീണ്ടും വന്ന് നമ്മൾ റിട്രൈ പേയ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുക. ആ സമയത്ത് ചിലപ്പോൾ POD ആയി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് POD ആക്കി നമുക്ക് ഫോൺ ഡെലിവേർഡ് ആക്കാൻ പറ്റും.
ഇതൊന്നും നടന്നില്ലെങ്കിൽ അവസാനത്തെ ഒരു ചാൻസ് എന്ന് പറയുന്നത് അവസാനത്തെ ചാൻസ് എന്ന് പറയുന്നത്. ഇതിനപ്പുറം ഇനിയൊരു ചാൻസ് ഉണ്ടാവില്ല. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ അക്കൗണ്ട് നമ്മൾ നിർത്തലാക്കുക, പുതിയൊരു അക്കൗണ്ട് നമ്മൾ തുടങ്ങുക. അതാണ് അവസാനത്തെ ചാൻസ് എന്ന് പറയുന്നത്. കാരണം പുതിയ അക്കൗണ്ടിലേക്ക് POD അവർ ഒത്തിരി ഡെലിവേർഡ് ആകുന്നുണ്ട്. സോ അതുകൊണ്ട് പുതിയൊരു അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത്. കാരണം പല ഫോണുകളും റിട്ടേൺ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ POD അവർ ബ്ലോക്ക് ചെയ്ത് വെക്കും, ആമസോൺകാർ ബ്ലോക്ക് ചെയ്ത് വെക്കും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ആ അക്കൗണ്ടിനകത്ത് നമ്മൾ ഫോണുകൾ ഫ്ലാഷ് സെയിൽ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് ഇത്രയും ഉള്ളൂ ഇതിനകത്തെ ടിപ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഫോണുകൾ നമുക്ക് POD കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കും. POD ലഭ്യമാകാനുള്ള ഇത്രയും ടിപ്സുകളാണ് ഉള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും. സോ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഏത് വിവരത്തെക്കുറിച്ചും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ്. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.